നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ ഇന്നലെ വരെ പനിക്ക് ചികിത്സ തേടിയത് 78,767 പേർ. ബത്തേരി മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ഈ മാസാവസാനം പ്രതിരോധ പ്രവർത്തനം. സംസ്ഥാനത്ത് സമരങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിക്കുന്നതായി ഇന്റലിജൻസ്. ജനകീയ സമരങ്ങൾക്ക് തീവ്രവാദി മുദ്ര ചാർത്തുന്നത് അപകടമെന്ന് വിലയിരുത്തൽ. പെരുവക മദ്യശാല വിരുദ്ധ സമരം ശക്തം. ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ച സിവിൽ സപ്ലൈസ്. ഗുരുതര കൃത്യവിലോപത്തിന് KSRTCയിൽ 72 പേർക്കെതിരെ നടപടി. വയനാട്ടിൽ 9 പേർക്ക് സസ്പെൻഷൻ. ഈദുൽ ഫിത്തർ നാളെ. റംസാൻ വ്രത പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാളിനൊരുങ്ങി. വിദ്യാലയങ്ങൾക്കും ഓഫീസുകൾക്കും അവധി. മാനന്തവാടി മെർച്ചന്റ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിന് സ്റ്റേ. തിരഞ്ഞെടുപ്പ് നടത്താനിരുന്നത് ഈ മാസം 27-ന്. വിശദമായ വാർത്തകളിലേക്ക്. ഈ മാസം ഇന്നലെ വരെ പനി ബാധിച്ച് ജില്ലയിൽ ചികിത്സ തേടിയത് 78,767 പേർ. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടാതെയുള്ള കണക്കാണിത്. വിവിധ ഗവൺമെന്റ് ആശുപത്രികളിൽ OP വിഭാഗത്തിൽ ഇതുവരെ ചികിത്സയ്ക്കെത്തിയവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. എന്നിട്ടും സംസ്ഥാനത്തിൽ പനി ബാധിച്ചവരുടെ എണ്ണം ഏറ്റവും കുറവ് വയനാട്ടിൽ. H1N1 ബാധിതരുടെ എണ്ണവും വയനാട്ടിൽ ഏറിവരികയാണ്. 784 സാമ്പിളുകൾ ഇതിനകം പരിശോധിച്ചു. 24 പേർക്ക് രോഗം കണ്ടെത്തി. H1N1 പനി ബാധിച്ച് ജില്ലയിൽ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. ചിക്കൻ ഗുനിയ കേസുകൾ 2 മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 8 പേർക്ക് മലേറിയ കണ്ടെത്തി. ഇതര സംസ്ഥാനക്കാർക്കാണ് മലേറിയ കണ്ടത്. ഇന്നലെ മാത്രം വയനാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ 1039 പേർ പനിക്ക് ചികിത്സ തേടി. കഴിഞ്ഞ വർഷം ജൂണിൽ എലിപ്പനിക്ക് 51 പേർ ചികിത്സ തേടിയപ്പോൾ അത് 41 കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പിത്തം കഴിഞ്ഞ വർഷം 106 പേർക്കായിരുന്നെങ്കിൽ ഇത്തവണ അത് 431 ഉയർന്നു. കഴിഞ്ഞ വർഷം 79 ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ വർഷം 113 പേർക്കാണ് ഡെങ്കി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒരാൾക്കായിരുന്നു ഡിഫ്തീരിയയെങ്കിൽ ഈ വർഷം അത് 10 വർദ്ധിച്ചു. ജില്ലാ ആശുപത്രി അടക്കം വയനാട്ടിലെ സർക്കാർ സ്വകാര്യ ആസ്പത്രികളിലെയെല്ലാം അടിസ്ഥാന സൗകര്യ വികസനവും മരുന്നുകളുടെ ലഭ്യതയും മുൻവർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടിട്ടും പനിയടക്കം രോഗങ്ങൾ പെരുകുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. രോഗം തിരിച്ചറിയാനുള്ള മികച്ച ലാബുകളുടെയും വൈദഗ്ധ്യമുള്ള സ്പെഷ്യലിസ്റ്റുകളുടെയും കുറവ് ജില്ലയിൽ എടുത്തു പറയേണ്ടതുണ്ട്. പനി കടുത്താൽ പോലും വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തിനും ചുരമിറങ്ങണമെന്നതാണ് സ്ഥിതി. കൊല്ലം തോറും രോഗങ്ങൾ കൊയ്ത്ത് തകൃതിയായി നടത്തുമ്പോഴും വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം പതിറ്റാണ്ടുകൾ നീളുമെന്ന ഇഴച്ചിൽ രോഗത്തിലാണ്. ബോധവൽക്കരണം, സെമിനാറുകൾ, അവലോകനം, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രോട്ടോകോൾ പാലിച്ച് വൻ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃപങ്കാളിത്തത്തോടെ പുരോഗമിക്കുമ്പോഴും രോഗാതുരമായ ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി മെഡിസിന് പ്രവേശനം നേടുന്നവർക്ക് ചികിത്സിക്കാനായി രോഗം കൃഷി ചെയ്യുന്ന ഒരു ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഈ മാസം അവസാനം നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനം. പകർച്ചപ്പനിയടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പരക്കുന്ന സാഹചര്യത്തിലാണ് ബത്തേരി നിയോജക മണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനം സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഈ മാസം 27, 28, 29 തീയതികളിൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കാളികളാവും. കൂടാതെ ഡോക്ടർമാർ രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ OPയിൽ രോഗികളെ പരിശോധിക്കും. MLAയ്ക്ക് പുറമെ DMO ഡോക്ടർ R. വിവേക് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതാ ശശി, TS ദിലീപ് കുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ്, ബത്തേരി. സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ സമരങ്ങളിൽ CPI മാവോയിസ്റ്റ് പ്രവർത്തകരുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. അനുഭാവ സംഘടനകളായ പോരാട്ടം, ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം, റെഡ് സ്റ്റാർ, RCF, വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങിയ സംഘടനകളാണ് ആളുകളെ സംഘടിപ്പിച്ച് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. നേരിട്ട് സമരത്തിനിറങ്ങാതെ സഹായ സമിതികളായാണ് മാവോയിസ്റ്റ് അനുഭാവ സംഘടനകൾ പ്രവർത്തിക്കുന്നതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമരങ്ങളെ തീവ്ര സ്വഭാവത്തിലേക്ക് നയിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചി വൈപ്പിൻ സമരം, മൂന്നാറിലെ പെമ്പിളെ ഒരുമൈ സമരം എന്നിവയെല്ലാം മാവോയിസ്റ്റ് പിന്തുണയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നതെന്നാണ് ഇന്റലിജൻസ് വിലയിരുത്തൽ.
വിവിധയിടങ്ങളിൽ നടക്കുന്ന ഭൂസമരങ്ങളെയും ഇന്റലിജൻസ് മാവോയിസ്റ്റ് കണക്കിലാണ് പെടുത്തുന്നത്. ജനകീയ സമരങ്ങളിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ സജീവമാകണമെന്ന് CPI മാവോയിസ്റ്റ് കേന്ദ്ര നേതൃത്വം ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് മാവോയിസ്റ്റ് അനുകൂല സംഘടനകൾ ജനകീയ സമരങ്ങളുടെ ചരട് വലിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. CPI മാവോയിസ്റ്റ് സംഘടനയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിച്ച് അടുത്ത മാസം അവസാനത്തോടെ റെവല്യൂഷണറി പീപ്പിൾസ് കമ്മിറ്റികൾക്ക് രൂപം നൽകുമെന്നും മാവോയിസ്റ്റ് കേന്ദ്ര നേതൃത്വം സർക്കുലറിൽ പറഞ്ഞിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ നക്സൽബാരി പ്രസ്ഥാനത്തിന്റെ 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടന ശക്തിപ്പെടുത്താനായിരുന്നു സർക്കുലറിൽ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജനകീയ സമരങ്ങളെ തീവ്രവാദി മുദ്രകുത്തി അവഗണിക്കുകയോ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയോ ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനം ജനങ്ങൾക്കിടയിൽ ഗവൺമെന്റ് വിരുദ്ധ മനോഭാവം വളർത്തുന്നതായി വിലയിരുത്തൽ. ജനകീയ സമരങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി സമീപിച്ച് പരിഹാരം കാണുന്നതിന് പകരം അടിച്ചമർത്തുന്നത് ഇടത് സമീപനമല്ലെന്ന് CPI നേതൃത്വം. വൈപ്പിൻ സമരം, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെട്ട് DGP സെൻകുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. DGP രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടെന്നായിരുന്നു കാനത്തിന്റെ മുന്നറിയിപ്പ്. കൊച്ചി DCP നടുറോഡിൽ സമരക്കാരെയും വഴിയാത്രക്കാരെയും തല്ലിച്ചതച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് CPIയുടെ യുവജന വിഭാഗം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ മാനന്തവാടിയിലടക്കം പ്രദേശങ്ങളിൽ മദ്യശാല വിരുദ്ധ സമരങ്ങൾ, മേപ്പാടി മേഖലയിൽ ഭൂസമരങ്ങൾ, ബത്തേരിയിൽ രാത്രികാല ഗതാഗത നിരോധനത്തിനെതിരായ സമരങ്ങൾ, പുൽപ്പള്ളിയിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രശ്നത്തിലും പാടിച്ചിറ വില്ലേജ് ഓഫീസിലെ റീസർവേ പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തുടങ്ങി നിരവധി ജനകീയ സമരങ്ങൾ അരങ്ങേറുന്നുണ്ട്. സഞ്ചാരയോഗ്യമായ റോഡിനും വന്യമൃഗശല്യത്തിനുമെതിരായ ജനകീയ സമിതി നേതൃത്വത്തിലുള്ള സമരങ്ങൾ എന്നിവ പതിവാണ്. മൂന്നാറിലെയും വൈപ്പിനിലെയും പോലെ രൂക്ഷ സമരങ്ങളല്ലെങ്കിലും സംസ്ഥാനത്തുടനീളം ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയം കൈയാളുന്നവർ ഈ സമരങ്ങളുടെ നേതൃസ്ഥാനത്തുണ്ട്. മാവോയിസ്റ്റ് അനുകൂല സംഘടനകൾ ഇത്തരം സമരങ്ങളെ പിന്തുണച്ച് സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ പ്രാദേശികമായി ഇത്തരം സമരങ്ങളെ പ്രശ്നാധിഷ്ഠിതമായി സമീപിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. നവംബർ 24 വരയൻമലയിൽ വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാക്കൾ മരിക്കാനിടയായതും ജനകീയ പ്രശ്നങ്ങളെ രാഷ്ട്രീയ കണ്ണുകൊണ്ട് വിശകലനം ചെയ്ത് നേരിടുന്നതുമാണ് കേരള രാഷ്ട്രീയത്തിലെ പുതിയ സങ്കീർണതകൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഭരണകക്ഷി സ്വന്തം താൽപ്പര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഇടത് ഘടകകക്ഷിയായ CPI സ്വീകരിച്ച നിലപാടിന് കോൺഗ്രസിന്റെ പോലും പിന്തുണ ലഭിച്ചിരുന്നു. സിവിൽ സർവീസിൽ ഭീകരമായി കഴിഞ്ഞ അഴിമതിയെക്കുറിച്ച് ഘോര പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലഘുലേഖയിലൂടെ 41 കൈക്കൂലിക്കാരുടെ ലിസ്റ്റ് വയനാട്ടിൽ മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടത് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയത്. ജനകീയ അടിത്തറ വിപുലമാക്കാൻ ഇത്തരം സമീപനമായിരിക്കും മാവോയിസ്റ്റുകൾ സ്വീകരിക്കുകയെന്ന് മാസങ്ങൾക്ക് മുന്നേ മാധ്യമങ്ങളടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിവിൽ ഭരണത്തിലെ കണ്ണിൽ ചോരയില്ലാത്ത അഴിമതിയുടെയും കൈക്കൂലിയുടെയും ഒടുവിലത്തെ ഇരയാണ് ചെമ്പലോടയിലെ ജോയി. ക്വാറി, വയൽ നികത്തൽ, കുന്നിടിക്കൽ, മായം കലർന്ന ഭക്ഷണം, വർഷങ്ങളായി ഭൂമിക്ക് വേണ്ടി അലയുന്നവരുടെ പ്രശ്നങ്ങൾ എന്നിവയിലൊന്നിലും ഇടപെടാതെ മുഖ്യധാരാ രാഷ്ട്രീയ നേതൃത്വം ഒഴിച്ചിടുന്ന സ്പേസുകളിലാണ് തീവ്രവാദികൾ ഇടം കണ്ടെത്തുന്നത്. വരയൻമല വെടിവെപ്പിനെതിരെ CPI സ്വീകരിച്ച നിലപാട് മാവോയിസ്റ്റ് ഗറില്ലകൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് തണ്ടർബോൾട്ടിനെ അടക്കം പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. മാവോയിസ്റ്റ് സായുധ സേനാ അംഗങ്ങൾ നിലമ്പൂരിലും വയനാട്ടിലും കൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും വഴിപാട് സെർച്ചുകളിൽ കേരള പോലീസ് നടപടി അവസാനിപ്പിക്കുകയാണെന്ന ആശങ്ക തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പങ്കുവച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭീകരവിരുദ്ധ ഫണ്ട് കണക്കെഴുതി വാങ്ങാനുള്ള പരിശോധന മാത്രമാണ് ഇതെന്നാണ് പരാതി. അതേസമയം തെരുവിൽ നിരായുധരായി സമരം ചെയ്യുന്നവരെ ശത്രുക്കളെപ്പോലെ പോലീസ് അടിച്ചൊതുക്കുകയും ചെയ്യുന്നു എന്നതാണ് വൈരുദ്ധ്യം. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മാനന്തവാടി പെരുവക മദ്യശാല വിരുദ്ധ രാപ്പകൽ സമരം ശക്തമായി തുടരുന്നു. പെരുവകയിൽ ബെവ്ക ഔട്ട്ലെറ്റ് തുറക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ച് അധികൃതർ. പെരുവകയിൽ ബീവറേജ് കോർപ്പറേഷന്റെ മദ്യശാല തുറക്കുന്നതിനെതിരെ നാട്ടുകാർ ആരംഭിച്ച രാപ്പകൽ സമരം അതിശക്തമായി തുടരുകയാണ്. നാട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ചൊവ്വാഴ്ചയോ തുടർന്നുള്ള ദിവസങ്ങളിലോ ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നീക്കത്തിലാണ് ബെവ്കോ അധികൃതർ. കഴിഞ്ഞ ദിവസം പെരുവക ഹർത്താലടക്കം അരങ്ങേറിയ സമരത്തിന് ഇന്നലെ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിലെ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ ആദിവാസി അമ്മമാർ സമരം നടത്തുന്നതിനിടെയാണ് മാനന്തവാടി പെരുവക റോഡിൽ പനമരത്ത് പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതുകൂടാതെ മാനന്തവാടിയിലെ 2 പ്രമുഖ ബാർ ഹോട്ടലുകളിൽ ജൂലൈ 1 മുതൽ വിദേശ മദ്യവിൽപ്പന ആരംഭിക്കാൻ നടപടികൾ പൂർത്തിയായെന്നാണ് അറിയുന്നത്. ബാറുകളിൽ മദ്യവിൽപ്പന ആരംഭിക്കുന്നതോടെ വയനാട്ടിൽ മാനന്തവാടി മദ്യപന്മാരുടെ പ്രിയ നഗരമായി മാറും. തലശ്ശേരി ബാവലി റോഡിൽ ബാറുകൾ തുറക്കാൻ ഇത് സ്റ്റേറ്റ് ഹൈവേ ആണെന്ന വസ്തുത മറച്ചുവെച്ചിരിക്കുകയാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. പുൽപ്പള്ളി ഇരുളം ടൗണിലും പരിസരം പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്നുകളുടെ വിൽപ്പന വർദ്ധിച്ചതോടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു. പോലീസോ എക്സൈസോ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് പരാതി.
ഇരുളം ബസ് സ്റ്റോപ്പിനോട് ചേർന്ന വനമേഖല കേന്ദ്രീകരിച്ചാണ് വ്യാജമദ്യവും കഞ്ചാവും മറ്റും വിൽപ്പന നടത്തുന്നത്. കബനിപ്പുഴ വഴി കടത്തിക്കൊണ്ടുവരുന്ന അനധികൃത മദ്യമാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. രാപ്പകലില്ലാതെ പ്രദേശത്ത് മദ്യപാനികളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും ഇല്ല. കേണിച്ചിറയിൽ നിന്ന് വല്ലപ്പോഴും മാത്രമേ പോലീസ് പരിശോധനയ്ക്ക് എത്താറുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പലതവണ പരാതിപ്പെട്ടിട്ടും ഇവരെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വനമേഖല കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനാൽ പോലീസോ എക്സൈസോ സ്ഥലത്തെത്തിയാൽ ക്രിമിനലുകൾ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. ഇരുളം പ്രദേശത്തെ സമാധാനം തകർക്കുന്ന അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. രാവിലെ 6 മണി മുതൽ ഈ കവല മുതൽ ഇതിലെ മുഴുവൻ ആൾക്കാരായിരിക്കും. ഇതിനെ പ്രതികരിക്കാനോ ഉദ്യോഗസ്ഥന്മാരോ നാട്ടുകാരോ ആരും ഇല്ല. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 4 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണി വരെ ഇത് തന്നെയാണ് ഇവിടെ പരിപാടി. അത് കുറേ നാളായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഇവിടെ പണിക്ക് പോലും പോകാതെ ആൾക്കാർ ഇതുമായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വിൽപ്പനയും പരിപാടിയാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഗുരുതരമായ കൃത്യവിലോപത്തിനും അച്ചടക്ക ലംഘനത്തിനും മദ്യപാനം അടക്കം പെരുമാറ്റ ദൂഷ്യത്തിനും KSRTC സംസ്ഥാനത്ത് 73 പേർക്കെതിരെ നടപടിയെടുത്തു. മെയ് മാസത്തിൽ വയനാട്ടിൽ 9 പേരെ സസ്പെൻഡ് ചെയ്തു. നടപടി സംബന്ധിച്ച് KSRTC വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവ് വയനാട് ന്യൂസിന് ലഭിച്ചു. 2 ഇൻസ്പെക്ടർമാർ, 2 ഡ്രൈവർമാർ, 5 കണ്ടക്ടർമാർ എന്നിവർക്കെതിരെയാണ് വയനാട്ടിൽ നടപടി. കൽപ്പറ്റ ഡിപ്പോയിലെ ഇൻസ്പെക്ടർമാരായ NK ഗംഗാധരൻ, ബാലകൃഷ്ണൻ അക്കിനി എന്നിവരെ അലക്ഷ്യമായി SIR കൈകാര്യം ചെയ്തതിനും കണ്ടക്ടർമാരായ KA സലീം, PK സദാനന്ദൻ കൽപ്പറ്റ, TM ഷിനോജ്, PV ബിനു ബത്തേരി, NK അനീഷ് മാനന്തവാടി, ഡ്രൈവർമാരായ ചാക്കോ കൽപ്പറ്റ, സജീഷ് മാത്യു എന്നിവർക്കെതിരെയാണ് നടപടി. വയനാട് ന്യൂസ്, മാനന്തവാടി. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും സ്ഫുടം ചെയ്ത ഹൃദയവുമായി വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. വിശുദ്ധ ഗ്രന്ഥം അവതരിച്ച മാസത്തിന്റെ മഹത്വങ്ങൾ നെഞ്ചിലേറ്റി ആത്മസംസ്കരണം നടത്തിയ മനസ്സും ശരീരവുമായാണ് വിശ്വാസി പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏവർക്കും വയനാട് ന്യൂസിന്റെ ഈദ് മുബാറക്. ആരാധനകളുടെ വസന്തമായ റംസാന്റെ വേർപാട് സമ്മാനിക്കുന്ന കണ്ണുനീരിന്റെയും ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെയും ചൈതന്യം പകരുന്ന പെരുന്നാൾ ആഗമനം. ആത്മീയ വിശുദ്ധിയുടെ നീണ്ട ഒരു മാസത്തിനു ശേഷമുള്ള ദൈവികമായ ആനന്ദാതിരേകമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. വ്രതാനുഷ്ഠാനത്തിലൂടെ ദൈവകരുണയും പാപമോചനവും നരകമോചനവും നേടിയെടുത്ത സത്യവിശ്വാസികൾക്ക് നാഥൻ തന്നരുളിയ സന്തോഷ സുദിനം. റംസാനിൽ നേടിയെടുത്ത ആത്മവിശുദ്ധിയുടെ പ്രകടനവും അത് ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയുമാണ് ഈദുൽ ഫിത്തർ. കഠിനമായ ഉപവാസവും ദൈർഘ്യമേറിയ രാത്രി നമസ്കാരവും നൽകിയ വിശുദ്ധിയോടെയാണ് ഓരോ വിശ്വാസിയും പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അതിരാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് സുഗന്ധം പൂശിയാണ് നമസ്കാരത്തിന് പോവുക. പരസ്പര സ്നേഹം പുതുക്കാനുള്ള ദിവസം കൂടിയാണ് ഇത്. പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള ഫിത്തർ സക്കാത്ത് വിതരണം ഏറെക്കുറെ പൂർത്തിയായി. പെരുന്നാൾ ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. ഒപ്പം നോമ്പുകാരന്റെ വീഴ്ചകൾക്കുള്ള പരിഹാരം കൂടിയാണിത്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ വിട പറയുകയാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനകളാൽ ലോകം നന്മയുടെ മഹാസാഗരമായി തീരുകയായിരുന്നു. ഈ പെരുന്നാൾ ആഘോഷം സമഭാവനയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. ഏവർക്കും പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് നാളെ സംസ്ഥാനത്ത് ഗവൺമെന്റ് പൊതു അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. പാവങ്ങൾക്ക് സഹായഹസ്തവുമായി പെരിക്കല്ലൂർ മസ്വാലിഹുൽ മുസ്ലിമിൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ജില്ലയിലെ നേന്ത്രവാഴ കർഷകർക്ക് തിരിച്ചടി. കിലോയ്ക്ക് 38 രൂപയുണ്ടായിരുന്ന നേന്ത്രക്കായ്ക്ക് ഒരാഴ്ചക്കിടെ കുറഞ്ഞത് 8 രൂപ. ആവശ്യക്കാർ കുറഞ്ഞതാണ് വില കുറയാൻ കാരണമെന്നും ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ വില കൂടാൻ സാധ്യതയെന്നും കച്ചവടക്കാർ.
ജില്ലയിലെ കർഷകർക്ക് തിരിച്ചടിയായാണ് നേന്ത്രക്കായയുടെ വിലയും കുറഞ്ഞിരിക്കുന്നത്. പൊതുവെ എല്ലാ കാർഷിക വിളകൾക്കും വില കുറഞ്ഞ സമയത്ത് നേന്ത്രക്കായയുടെ വിലയിൽ പെട്ടെന്നുണ്ടായ ഇടിവ് കർഷകർക്ക് ഇരട്ടപ്രഹരമായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് വരെ കിലോയ്ക്ക് 38 രൂപയായിരുന്ന നേന്ത്രക്കായയുടെ വിലയാണ് 8 രൂപ കുറഞ്ഞ് 30-ലെത്തി നിൽക്കുന്നത്. ജില്ലയിലെ പ്രധാന കൃഷികളിലൊന്നാണ് നേന്ത്രവാഴ കൃഷി. ഇഞ്ചി വില ഉയരാതെ കർഷകർ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നേന്ത്രക്കായ്ക്കും വില കുറഞ്ഞിരിക്കുന്നത്. നോമ്പുകാലമായതിനാൽ ആവശ്യക്കാർ കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് കാരണമെന്നാണ് പറയുന്നത്. എന്നാൽ ചെറിയ പെരുന്നാൾ കഴിയുന്നതോടെ വില ഉയരാനാണ് സാധ്യതയെന്നുമാണ് കച്ചവടക്കാരുടെ ഭാഷ്യം. പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് വില പറയാൻ കാരണം. കച്ചവടം കുറവാണ്. പിന്നെ ഓണ സീസണായാൽ കുറച്ച് കണ്ടമാനം വില കൂടാൻ സാധ്യതയുണ്ട്. ഓണാകാനാണ് വരുന്നത്. ഓണം എന്നാൽ സാധനം കിട്ടാനും പ്രയാസമായിരിക്കും. വയനാട് ന്യൂസ്, ബത്തേരി. പുൽപ്പള്ളി വനാതിർത്തി പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്താതായിട്ട് മാസങ്ങളായി. നന്നാക്കാൻ നടപടിയില്ലെന്ന് പരാതി. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ തീരദേശ പ്രദേശങ്ങളിലെ തെരുവ് വിളക്കുകളാണ് മാസങ്ങളായി കത്താത്തത്. വഴിവിളക്കുകൾ കത്താതായതോടെ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. 2 വർഷത്തോളം ഗ്യാരണ്ടിയോടുകൂടിയാണ് ലക്ഷങ്ങൾ മുടക്കി 2 പഞ്ചായത്തുകൾ വിളക്കുകൾ സ്ഥാപിച്ചത്. കർണാടക വനാതിർത്തി മേഖലകളിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അമരക്കുനി മുതൽ പെരിക്കല്ലൂർ വരെ പാതയോരത്ത് വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ രാത്രിയിൽ ആനകൾ റോഡിലേക്ക് ഇറങ്ങുന്നതുമൂലം രാത്രി യാത്രക്കാരാണ് വെളിച്ചമില്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലായത്. പഞ്ചായത്ത് വൈദ്യുതി ബില്ലുകൾ കൃത്യമായി KCBയിൽ അടയ്ക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് വിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ കേടായ വിളക്കുകൾ നന്നാക്കുന്നതിനോ കരാറുകാരനെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല. പല ഗ്രാമസഭകളിലും നാട്ടുകാർ വഴിവിളക്കിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ഒരു പരിഹാര നടപടിയും സ്വീകരിച്ചിട്ടില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അമ്പലവയൽ നെല്ലാർച്ചാൽ ഹൈസ്കൂളിന് മൈതാനം കീറിമുറിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. കെട്ടിടം നിർമ്മിക്കാൻ സ്കൂളിന് സ്വന്തമായി അനുയോജ്യമായ സ്ഥലം ഉണ്ടെന്നിരിക്കെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് കായികമേള അടക്കം നടത്താവുന്ന ഗ്രൗണ്ട് നെടുകെ കീറിമുറിച്ച് കെട്ടിടം ഉണ്ടാക്കുന്നതെന്നാണ് ആക്ഷേപം. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഹൈസ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ നടപടികൾ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പങ്കെടുത്തായിരുന്നു തറക്കല്ലിടലും നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും. എന്നാൽ സ്കൂൾ ഗ്രൗണ്ട് കീറിമുറിച്ചാണ് കെട്ടിട നിർമ്മാണം എന്ന് വ്യക്തമായതോടെ കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. ദീർഘവീക്ഷണമില്ലാതെയാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കെട്ടിടം പണി തടസ്സപ്പെടുത്തുകയെന്നല്ല ഉദ്ദേശിക്കുന്നത്. കെട്ടിടം പണി ഗ്രൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ആളുകളോട് സ്കൂളിൻ്റെ സഹായ സമിതിയുണ്ട്, മറ്റ് PTA ഒക്കെ കാര്യമായിട്ട് ആലോചിക്കാതെ ഈ രീതിയിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചത് ഹെഡ് മാസ്റ്ററും PTA പ്രസിഡന്റും മാത്രം ആലോചിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ ഇതേക്കുറിച്ച് ആരും പരാതിപ്പെട്ടിരുന്നില്ലെന്ന് സ്കൂൾ അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗം K. രാമനാഥനും പറഞ്ഞു. ഈ കെട്ടിടം ഇപ്പോൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇവിടെ വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് മറ്റ് ഒരു ഇതുമില്ല. അതുകൊണ്ട് നല്ല നമ്മൾ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആരും ഇവിടെ ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ ആരും ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ തറക്കല്ലിടുന്ന ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഒരു നിർദ്ദേശം വെച്ചു എന്നല്ലാതെ പിന്നെ പണി തടയാനാണ് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളത്. അന്ന് പ്രവേശനോത്സവത്തിൻ്റെ മുന്നേ ഇതിൻ്റെ പണി തുടങ്ങിയതാണ്. അന്ന് ആർക്കും പരാതിയില്ല. പിന്നെ ഇതിൻ്റെ ചടങ്ങ്, ഈ തറക്കല്ലിടുന്നൊരു ചടങ്ങുമായിട്ട് വന്നപ്പോഴാണ് ബ്ലോക്ക് മെമ്പർമാരൊക്കെ കൂടി വന്നപ്പോഴാണ് ഒരു അഭിപ്രായം പറഞ്ഞത് അതൊരു സൈഡിലേക്ക് സ്ഥല സൗകര്യം ഉള്ളത് കൊണ്ട് നീക്കാമെന്ന്. അങ്ങനെ നിർമ്മിതിക്കാരാണ് ഇതിന് ടെൻഡർ എടുത്തതും. അങ്ങനെ പണി തുടങ്ങി. പിന്നെ പില്ലറിനുള്ള കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞ് പാറ ഉണ്ടായിരുന്ന അടിയിൽ പാറൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതെല്ലാം കൂടി കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യാൻ ഈ സമയത്തിലാണ് ഇത് പാടില്ല, ഗ്രൗണ്ടിനെ ബാധിക്കും. പ്രവൃത്തി ആരംഭിച്ച ശേഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാലും പൊതുജനങ്ങൾക്ക് പരാതിയുള്ള സാഹചര്യത്തിൽ സർവകക്ഷി യോഗം വിളിച്ച ശേഷം മാത്രമേ പ്രവൃത്തി പുനരാരംഭിക്കൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. 2 വർഷമായിട്ടും ബത്തേരി ടൗണിലെ ഫുട്പാത്ത് നിർമ്മാണം പൂർത്തിയായില്ല. എസ്റ്റിമേറ്റ് തുക തീർന്നതാണ് പ്രവൃത്തി പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണം. ഫുട്പാത്തിൽ കൈവരികൾ സ്ഥാപിക്കുന്ന പണികളാണ് മുടങ്ങിയിരിക്കുന്നത്. ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ കൈവരികൾ സ്ഥാപിക്കൽ പുനരാരംഭിക്കാൻ കഴിയൂ. ബത്തേരി MLA അനുവദിച്ച 2.25 കോടി രൂപ വിനിയോഗിച്ച് 2 വർഷം മുമ്പ് ആരംഭിച്ച ടൗണിലെ ഫുട്പാത്ത് നവീകരണ പ്രവൃത്തിയാണ് ഇപ്പോഴും പൂർത്തിയാവാതെ കിടക്കുന്നത്. 2015 ആരംഭിച്ച നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ ഫുട്പാത്ത് കൈവരികൾ സ്ഥാപിക്കുന്ന ജോലിയാണ് പാതിവഴിയിൽ നിലച്ചിരിക്കുന്നത്.
ചുങ്കം ഭാഗം മുതൽ കോട്ടക്കുന്ന് വരെയുള്ള ഭാഗത്തും ചുങ്കത്ത് തന്നെ കൽപ്പറ്റയ്ക്ക് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തുമാണ് കൈവരികൾ സ്ഥാപിക്കാനുള്ളത്. ടൗണിൽ ദേശീയപാതയ്ക്ക് ഇരുവശവുമുള്ള ഓവുചാലുകൾ നവീകരിച്ച് സ്ലാബിട്ട് അതിനു മുകളിൽ ടൈൽ വിരിച്ച് വശങ്ങളിൽ കൈവരികൾ സ്ഥാപിക്കാനായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടാത്ത ചുങ്കത്തെ കലുങ്ക് നിർമ്മിച്ചതോടെ ഫണ്ട് തിരികുകയായിരുന്നു. ഇതോടെ കൈവരികൾ സ്ഥാപിക്കാനുള്ള ഫണ്ടും ഇല്ലാതായി. ഇക്കാരണത്താലാണ് കൈവരി സ്ഥാപിക്കൽ പാതിവഴിയിൽ നിലയ്ക്കാൻ കാരണം. ഈ സാഹചര്യത്തിൽ വേറെ ഫണ്ട് എത്രയും വേഗം കണ്ടെത്തി കൈവരികൾ സ്ഥാപിക്കൽ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ജൂൺ 27 നടത്താനിരുന്ന മാനന്തവാടി മർച്ചന്റ്സ് അസോസിയേഷൻ ദ്വൈവാർഷിക ഭരണസമിതി തിരഞ്ഞെടുപ്പിന് ബത്തേരി സബ് കോടതിയുടെ സ്റ്റേ. കഴിഞ്ഞ മാസം 24 നടക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ തുടർന്ന് ഈ മാസം 27 മാറ്റിയതായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെ എതിർപക്ഷം നൽകിയ ഹർജിയിലാണ് സബ് കോടതി സ്റ്റേ. വോട്ടേഴ്സ് ലിസ്റ്റിൽ അപാകതയുണ്ടെന്നും പരാതിപ്പെട്ടിട്ടും ജില്ലാ കമ്മിറ്റി നടപടികൾ എടുത്തില്ലെന്നും ഹർജിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 18 വർഷവും കെ ഉസ്മാനായിരുന്നു മാനന്തവാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ്. ഉസ്മാനാണ് ഇത്തവണയും ഔദ്യോഗിക പക്ഷം സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് ആസിഫാണ് ഇത്തവണ ഉസ്മാനെതിരെ മത്സരിക്കുന്നത്. 1030 വോട്ടർമാരുണ്ട്. ഇതിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി എന്ന നിലയിൽ ടി നസറുദ്ദീൻ സംസ്ഥാനത്ത് ഒരിടത്തും സമിതി ഓഫീസിൽ പ്രവേശിക്കരുതെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂലൈ 1 വയനാട്ടിൽ നിശ്ചയിച്ച ജില്ലാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയില്ല. ബത്തേരി സബ് കോടതിയാണ് ഇപ്പോൾ 27-ാം തീയതിയുള്ള തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് കോടതി മേൽനോട്ടത്തിൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് വോട്ടർ പട്ടിക കൃത്യമറ്റതാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കോടതിയുടെ ഞങ്ങൾ കൊടുത്ത വാദമാണ്. അപ്പം ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി എടുക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു സംഘടന ഇത്തരം അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ പുറത്താക്കുക. ഇതിനു മുമ്പ് ഒരുപാട് ആളുകളെ സംഘടന പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അഴിമതിക്കെതിരെ പറയുന്നവരെ പുറത്താക്കുക. അപ്പോൾ അങ്ങനെ പുറത്താക്കിയാലൊന്നും ഇവിടെ ഇതിനെതിരെയുള്ള ആളുകളുടെ ശബ്ദത്തിനൊന്നും ശബ്ദം കുറയില്ല. അത്തരം നെറികേടിനെതിരെ പ്രതികരിക്കുന്ന വ്യാപാരികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. നിർദ്ദിഷ്ട കടമാൻ തോട് പദ്ധതിക്ക് പകരം 5 മില്യൺ ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള 3 ജലസംഭരണികൾ നിർമ്മിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുൽപ്പള്ളി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുണ്ടുകാപ്പ്, ആനപ്പാറ, പാളക്കൊല്ലി എന്നീ സ്ഥലങ്ങൾ അനുയോജ്യമാണ്. വൻകിട പദ്ധതികൾ പൂർണ്ണ പരാജയമാണെന്ന് കാരാപ്പുഴ പദ്ധതി തെളിയിക്കുന്നു. ഇപ്പോഴത്തെ വരൾച്ചയ്ക്ക് അടിയന്തര പരിഹാരമാണ് ആവശ്യം. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ 25-ാം ഡിവിഷൻ പൂമലയിൽ ചെട്ടിമൂല ചെക്ക് ഡാമിൽ സ്ഥാപിച്ച ഷട്ടറുകളുടെ ഉദ്ഘാടനം കൌൺസിലർ എൻ. വിജയൻ നിർവഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ സുധീർ ബാബു അധ്യക്ഷനായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചെക്ക് ഡാമിൽ ഷട്ടറുകൾ സ്ഥാപിച്ചത്. WSSും സീതാ മൌണ്ട് സെന്റ് ജോസഫ് പള്ളിയും ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. WSS ഡയറക്ടർ ഫാദർ ബിജു കറുകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോഷി തുരുത്തേൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിനു കച്ചറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ബിജു, ബിജു പുലിക്കുടിയിൽ, സുജ മാത്യു, ഏലിയാമ്മ എന്നിവർ സംസാരിച്ചു. രോഗികൾക്ക് ചികിത്സാ സഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞത്തിന്റെയും ഹെലൻ കില്ലർ ദിനത്തിന്റെയും ഭാഗമായി ശ്രേയസിന്റെ നേതൃത്വത്തിൽ ബത്തേരി മീൻസ് മാളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബെന്നിയുടേത്ത്, ഫാദർ തോമസ് പുനവടത്തിൽ, ആശാകിരണം കോർഡിനേറ്റർ അരുൺ ഐസക് ഷാജി, ശ്രേയസ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലവയൽ ജനമൈത്രി പോലീസ് നിയ ഫാത്തിമയുടെ ചികിത്സാ ചെലവുകളിലേക്ക് സ്വരൂപിച്ച പണം കൈമാറി. ജനമൈത്രി പോലീസ് അംഗങ്ങൾ, ഉദാരമതികളായ മറ്റ് വ്യക്തികൾ എന്നിവരിൽ നിന്ന് സ്വരൂപിച്ച തുകയാണ് നിയയുടെ പിതാവിനെ ഏൽപ്പിച്ചത്. അമ്പലവയൽ SI സുധനൻ, ജനമൈത്രി CRO രാജു, ജനമൈത്രി അംഗങ്ങളായ ബുഷീർ, ബിനേഷ് മാത്യു, സന്തോഷ്, ജോസ്, വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. 3.5 വയസ്സുകാരിയായ നിയ ഫാത്തിമയ്ക്ക് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നതിനെക്കുറിച്ചും കുടുംബത്തിന്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ചും വയനാട് ന്യൂസ് അടക്കം മാധ്യമങ്ങൾ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. SSLC+2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ PTA ആദരിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA നാസർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് മെമന്റോ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക റാണി വർഗീസ്, ശോഭന പ്രസാദ്, അനിൽ മോൻ, KR ജയരാജ്, KR ജയറാം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. വയനാട് എക്യുമെനിക്കൽ ഫോറം യുവ സംവിധായകൻ ബേസിൽ ജോസഫിന് അനുമോദനവും ബത്തേരിയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ, ഫാദർ പോൾ കോടാനൂർ എന്നിവർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. അസംഷൻ പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു.
എക്യുമെനിക്കൽ ഫോറം പ്രസിഡന്റ് ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ വർഗീസ് കാട്ടമ്പള്ളിൽ, ബില്ലി ഗ്രഹാം, NM ജോസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ സ്കൂളുകളിലേക്ക് വിവിധ ദിനപത്രങ്ങൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. ഫാദർ തോമസ് അധ്യക്ഷനായിരുന്നു. ജോസഫ് പെരുവേലി, ജോസ് നെല്ലേടം, KR ജയരാജ്, എൽദോസ് മാന്തോപ്പിൽ എന്നിവരാണ് പത്രം സൗജന്യമായി നൽകിയത്. പുൽപ്പള്ളി മേഖലയിലെ 10 സ്കൂളുകൾക്ക് ദിനപത്രം നൽകി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ ഇന്നലെ വരെ പനിക്ക് ചികിത്സ തേടിയത് 78,767 പേർ. ബത്തേരി മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ഈ മാസാവസാനം പ്രതിരോധ പ്രവർത്തനം. സംസ്ഥാനത്ത് സമരങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിക്കുന്നതായി ഇന്റലിജൻസ്. ജനകീയ സമരങ്ങൾക്ക് തീവ്രവാദി മുദ്ര ചാർത്തുന്നത് അപകടമെന്ന് വിലയിരുത്തൽ. പെരുവക മദ്യശാല വിരുദ്ധ സമരം ശക്തം. ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ച സിവിൽ സപ്ലൈസ്. ഗുരുതര കൃത്യവിലോപത്തിന് KSRTCയിൽ 72 പേർക്കെതിരെ നടപടി. വയനാട്ടിൽ 9 പേർക്ക് സസ്പെൻഷൻ. ഈദുൽ ഫിത്തർ നാളെ. റംസാൻ വ്രത പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാളിനൊരുങ്ങി. വിദ്യാലയങ്ങൾക്കും ഓഫീസുകൾക്കും അവധി. മാനന്തവാടി മെർച്ചന്റ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിന് സ്റ്റേ. തിരഞ്ഞെടുപ്പ് നടത്താനിരുന്നത് ഈ മാസം 27-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.